എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. അതായത് സുധിയോട് രേഷ്മ പറഞ്ഞിരിക്കുകയാണ് കിച്ചു അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന്. എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? തൊടുന്നു, പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പിന്നെ ഇവണ്ടല്ലോ സുധീറിന്റെ മൂത്തെ അത് അങ്ങനെ മോശമായിട്ട് അവിടെ പെരുമാറുന്നു, ദേഹത്ത് പഠിക്കുന്ന ഡ്രസ്സ് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ സുധിയുടെ മോൻ അവളോട് മോശമായി പെരുമാറുന്നുണ്ടെന്നും പറഞ്ഞു, ദേഹത്ത് പിടിക്കുന്നു എന്നും പറഞ്ഞു. അവളതാണ് മാറ്റിയത്. പക്ഷെ എന്താ ഉറക്കം വരുന്നു. നമ്മള് കാണുമ്പോ റീൽസിലൊക്കെ ഇവളല്ലേ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കണേ കുട്ടീനെ തന്നെ അതിപ്പോ കാണുന്നത്. അപ്പോഴേ ഇത് മുമ്പ് പറഞ്ഞ അങ്ങനെ ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല, അങ്ങനെ ഇവനെ കൊല്ലത്ത് വിട്ടിരിക്കുകയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അടുത്തത് കേൾക്കാം. അപ്പൊ ഈ റേണു പറയണം, കൊച്ചിന്റെ പെൺകൊച്ചാണ്, +2 പഠിക്കുകയാണ്. അപ്പോൾ കൊച്ചിന് പറഞ്ഞു, നീ ഇങ്ങനെ നോക്കിയിരിക്കില്ല, ഏതെങ്കിലും പൈമനെ കണ്ട് ഇറങ്ങി പോകണം, അങ്ങനെയാണ് ഇങ്ങനെ കുറെ സംഭവം പറഞ്ഞായിരുന്നു. ആ കുട്ടിയെടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ കുട്ടി അമ്മയുടെ പറഞ്ഞു, അന്വേഷണം റേണുവും അവരായിട്ട് അത്ര ഇതില്ല. അതിനുശേഷം മോളെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. ഞാനൊരു വലിയ സംഭവം അല്ലേ? പോയിന്റ് നമ്പർ 1. സന്ധ്യ എന്ന് പറയുന്ന ഇവളുടെ ഒരു ചേച്ചിക്ക് ഒരു മകൾ. ആ മകൾ സൈക്കിളിൽ നിന്ന് വീണ് ഹോസ്പിറ്റലിലാവുകയും അവിടെ നോക്കാൻ പോയി നിന്ന കെയർടേക്കറായ ഈ മമ്മിയും അവിടെ നിന്നുകൊണ്ട് ആ കുട്ടിക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. നിന്റെ അച്ഛനും അമ്മയും നിന്നെ കെട്ടിക്കാനൊന്നും പോകുന്നില്ല, നീ പ്രണയിച്ച് ആരെങ്കിലും കൂടെ ചാടിപ്പയ്ക്കോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഞാൻ എന്ത് ചെയ്തോ അത് നീ ചെയ്തോ എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ ചേച്ചിയും അനിയത്തിയും തമ്മിൽ തെറ്റി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എപ്പോഴും ജാളിയായിട്ട് ജീവിക്കണം. അത് ശരി. കറങ്ങാൻ പോക്ക്, ടൂർ പോക്ക്, അങ്ങനെ ഒരു ടൈപ്പ് ഇതാണ് ഈ പുള്ളിക്കറി. അവിടെ ഈ കിച്ചു ഇപ്പൊ ഒരു വീഡിയോ ഇട്ടല്ലോ, ആ വീഡിയോയിൽ കിച്ചു പറയുന്നുണ്ടല്ലോ ഈ അവിടെ ഇവര് എല്ലാവരുടെയും ചെലവ് നോക്കിക്കൊണ്ടിരുന്നത് സുധിച്ചേട്ടൻ. അതാ സുധിയുടെ പറയുന്നുണ്ട്. കാര്യം സുധിയുടെ മുമ്പ് ഒരിക്കൽ കറി വെച്ചിട്ടുണ്ട്, എനിക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റില്ല, കാര്യം ഞാൻ പെട്ടുപോയിരിക്കുന്നു. കാര്യം അറിയാമോ, ഇവിടെ ആരും ജോലിക്ക് പോകത്തില്ല. നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ വീട്ടിലെല്ലാരും കയറിയിരിക്കും. ഈ പുള്ളിക്കാരൻ TV ചാനൽ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇരിക്കുന്നത്. ഒരാളും പണിക്ക് പോകത്തില്ല. അപ്പൊ ഈ പുള്ളിക്കാരൻ കടം വാശം അതും വാശാണ്. ഈ പുള്ളിക്കാരൻ ചാനലിൽ നിന്ന് പൈസ കിട്ടിയ അന്ന് തന്നെ ഈ പൈസ അടിച്ചു തേക്കും. സുധീരല്ല, ഈ രേഷ്മ ഇവരെ വീട്ടിലുള്ള എല്ലാരും അച്ഛൻ പണിക്ക് പോകത്തില്ല. ഈ രേഷ്മയുടെ അച്ഛൻ പണിക്ക് പോകത്തില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. മൈക്കാട് തങ്കു ആള് പണിക്ക് പോകാത്ത ഒരാളാണ്. സത്യം മാത്രം. ഇത് ഞാൻ ചോദിച്ച സംശയമല്ല, എനിക്ക് പൊതുവില് കിച്ചു പറഞ്ഞ ഒരു വേർഡാണ്. കിച്ചു എന്താ പറഞ്ഞിരുന്നത്, ആ കുടുംബത്തിലെ എല്ലാവർക്കും എന്റെ അപ്പനാണ് ചെലവിന് കൊടുത്തിരുന്നതെന്ന്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് അച്ചസഡായിട്ട് ഇയാള് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാളല്ല 2 പേര് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തോളൂ. അവിടെ ഒരാള് ജോലിക്ക് പോകത്തില്ല. അതായത് അവളുടെ ചേച്ചി ജോലിക്ക് പോകത്തില്ല, ചേച്ചിയുടെ ഭർത്താവ് ജോലിക്ക് പോകത്തില്ല, തങ്കു ജോലിക്ക് പോകില്ല, തങ്കുവിന്റെ പെണ്ണുമ്പുള്ള ജോലിക്ക് പോകത്തില്ല. എന്റെ ഫീസ് മറന്നു. എന്താ ദേവാ ഇത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു വെക്കണ്ടേ? ഈ കൊയ്ത്തിന്റെ തിരക്കിനിടയ്ക്ക് അല്ലെങ്കിലും അവൻ തന്നെയല്ലേ എല്ലാ മാസം ഫീസ് കൊടുക്കാറ്. മോനെ, അനുവിന്റെ ട്യൂഷൻ ഫീസ് അത് നാളെ തന്നാ പോരെ? മതി ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കുട്ടികളുടെ ഫീസ് എല്ലാം കൃത്യമായി തന്നെ അടയ്ക്കണം, ഇല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ആ ചീത്ത പേര്. ഒരുത്തരും ജോലിക്ക് പോകത്തില്ല. സുധി കൊണ്ടുവരുന്ന പൈസയും വാങ്ങി നക്കി മുക്കി തിന്നിട്ട് അവിടെ കിടക്കും. ദൂർത്ത് ആർഭാടമാണ് ഇവളുടെ മെയിൻ സാധനം. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല.
ആ കുടുംബം അതിനേക്കാൾ വൾഗർ. അവനാകെ പണ്ടാറടങ്ങി, ഇവിടെ കൊടുക്കുമോ അവിടെ കൊടുക്കുമോ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. കൊച്ചിന് കൊടുക്കുമോ അമ്മയ്ക്ക് കൊടുക്കുമോ, ആകെ മൊത്തം അവൻ കൊണ്ട് ഭ്രാന്തായി എന്നാണ് ഈ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആദ്യമെല്ലാം കൊച്ചിന്റെ പുറത്ത് സിമ്പതിയുടെ പുറത്ത് കൊടുത്തു. പതിയെ പതിയെ നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പയ്യെ പയ്യെ പുള്ളിക്കാരത്തി നിങ്ങൾ ചേട്ടനെ പോലെ ഇരിക്കണു എന്ന് പറഞ്ഞിട്ട് ഭാര്യ പോകുമോ ഇട്ടിട്ട് പോകുമോ എങ്കിൽ ചാൻസ് ഉണ്ടാ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ എന്നുള്ള ഒരു ടൈമിൽ സംസാരിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരി രാത്രി ഉറക്കമൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് സമയത്ത് ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അപ്പൊ ഈ സുധികെട്ട് ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോൾ സുധീർ നോക്കിയിരിക്കുന്നത് അതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അതത്ര ഇത് കിട്ടിയില്ല. കാര്യം ഇങ്ങനെ സുധി ഉള്ളപ്പോഴേ ഈ അപ്രോച്ച് ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്? ഇല്ല അതില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ആ വീട്ടുകാർക്കും അത് അറിയായിരുന്നു. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും. ഇപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.